മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വായനാവർഷാചരണത്തിന്റെ തുടക്കവും എഴുത്തുപെട്ടി ഉദ്ഘാടനവും നടന്നു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വായനാ വർഷാചരണത്തിന്റെ തുടക്കവും എഴുത്തുപെട്ടി ഉദ്ഘാടനവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറിയും സ്കൂൾ വികസന സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം. എന്താണ് ഗ്രന്ഥശാല സംഘം? പറയാൻ പറ്റുമോ? ഗ്രന്ഥശാല സംഘം, അതിൻ്റെ നേതാവാണ് PN പണിക്കർ. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന PN പണിക്കർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ നേതാവാണ്. ഇന്നത്തതുപോലെ വായനശാലകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, അവിടെയെല്ലാം വേണ്ടത്ര പത്രങ്ങൾ, മാസികകൾ, വാരികകൾ, പുസ്തകങ്ങൾ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് PN പണിക്കർ വായിച്ചു വളരുക എന്ന സന്ദേശം ഉയർത്തിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി കുട്ടികളിലെ വായന വളർത്തുന്നതിനായി അതിയാമ്പൂർ ബാലബോധിനി വായനശാല നടത്തുന്ന വായനാ പോഷണ പരിപാടി ശേഖരിക്കുന്നതിനായുള്ള എഴുത്തുപെട്ടിയുടെ ഉദ്ഘാടനവും കോൾ വിദ്യാരംഗം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. മാസം തോറും കുട്ടികൾ വായിച്ച പുസ്തകത്തിന്റെ വായനാക്കുറിപ്പ് തയ്യാറാക്കുകയും അവ എഴുത്തുപെട്ടിയിൽ നിക്ഷേപിക്കുകയും വിദഗ്ധ സമിതി പരിശോധിച്ച് മികച്ച കുറിപ്പ് എഴുതിയ കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന പദ്ധതിയാണ് എഴുത്തുപെട്ടി. ഇതോടൊപ്പം കോൾ അവധിക്കാലത്ത് നടത്തിയ കയ്യെഴുത്ത് മാസിക ആസ്വാദനക്കുറിപ്പ് പ്രവർത്തനങ്ങളിൽ പ്രതിഭകളായ അശ്വത് കൃഷ്ണ, ആരാധ്യ NV, മെഹർ പ്രവീൺ, ശ്രീമയ് KV എന്നിവർക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ S. അദീന ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വായനശാല സെക്രട്ടറി AK ആൽബർട്ട്, ശാസ്ത്ര സെക്രട്ടറി P. ശ്രീകല, സീമ, P. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കോർഡിനേറ്റർ ബിഞ്ചുഷ മേലത്ത് സ്വാഗതവും SRG കൺവീനർ S. സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.